കേരളത്തിൽ പഴകിയതും അഴുകിയതായിട്ടുള്ള മീനുകൾ വരുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എക്സ്പോർട്ടിങ്. അത് എങ്ങനെ നിർത്താം അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം? പൂർണ്ണമായിട്ട് നിർത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിനും ഇന്ത്യനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാൽ അത് ചില സാഹചര്യങ്ങളിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്കാം. ഇതിൽ ആദ്യം എടുക്കേണ്ട തീരുമാനം എന്ന് പറഞ്ഞാൽ ലോക്കൽ മാർക്കറ്റ് കോട്ട. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആവശ്യങ്ങൾ ആദ്യം നിറവേറ്റുക, അതിനുശേഷം ബാക്കി വരുന്നത് സർപ്ലൈസ് കൂടുതൽ വരുന്നത് മാത്രം എക്സ്പോർട്ടിന് പോവുക. ഉദാഹരണത്തിന് നമ്മൾ പിടിക്കുന്ന മീനുകളുടെ 40% നമ്മളെ നാട്ടിൽ തന്നെ വിൽക്കണം എന്നുള്ള ഒരു പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുവിധം പരിമിതികളോടെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മീനുകൾ വാങ്ങുന്നത് കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തേത് സീസണൽ എക്സ്പോർട്ട് കൺട്രോൾ. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എപ്പോഴും മീനുകൾ കിട്ടണമെന്നില്ല. പക്ഷെ എന്നാൽ കിട്ടാത്ത സമയങ്ങളിൽ എക്സ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി ഒരു ലിമിറ്റ് വയ്ക്കണം. ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ നാട്ടിലെ മീനുകൾ കിട്ടുന്നതിന്റെ അളവ് കൂടുതലാകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തേതായി വരുന്നതെന്ന് പറഞ്ഞാൽ വാല്യൂ ആഡഡ് എക്സ്പോർട്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഫിഷ് മുഴുവനും എക്സ്പോർട്ട് ചെയ്യുന്നതിന് പകരം കാനഡ് ഫിഷ്, അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫിഷും ഫ്രോസൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മീനുകളെല്ലാം എക്സ്പോർട്ട് ചെയ്യുക. എന്നാൽ നമ്മുടെ നാട്ടിൽ ഫ്രഷ് ഫിഷിന്റെ അളവ് ക്വാണ്ടിറ്റി കൂട്ടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. സസ്റ്റൈനബിൾ ഫിഷിംഗ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഫിഷിംഗ് കുറയ്ക്കുക, അതുപോലെ തന്നെ ജുവനൈൽ ഫിഷ് പ്രൊട്ടക്ഷൻ, പിന്നെ ട്രോളിംഗ് റെഗുലേഷൻ, അതുപോലെ തന്നെ മറൈൻ കൺസർവേഷൻ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ, അതായത് നമ്മുടെ വരും തലമുറകൾക്ക് മീനുകൾ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അക്വാ കൾച്ചർ ഫിഷ് ഫാർമിംഗ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ടാകും നമ്മൾ മീനുകളെ വളർത്തുന്നത്. അതുപോലെ തന്നെ മറൈൻ ഫാർമിംഗ്, കേജ് കൾച്ചർ, ഇൻലാൻഡ് അക്വാ കൾച്ചർ, ഇങ്ങനെയൊക്കെ വഴി ലോക്കൽ ഫിഷ് പ്രൊഡക്റ്റ് കൂട്ടാം. നമ്മുടെ കര തീരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനുകളുടെ ലഭ്യതയും കൂടും. അതുപോലെ തന്നെ മീനുകളും ഫ്യൂച്ചറിൽ നമുക്ക് കൺട്രോൾ ഇല്ലാതെ, അതായത് നമുക്ക് കുറഞ്ഞ മീനുകളല്ലാതെ കൂടുതലായിട്ട് നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ എക്സ്പോർട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതികൾ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. നമ്മളെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നടപടികൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ തീരുമാനം എന്തൊക്കെയാണെന്നുള്ളത് കമന്റിൽ പറയാൻ മറക്കരുത് കേട്ടോ.